അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്തിന്? മറ്റൊരു പടത്തിന് ഡിസ്കഷൻ ചെയ്യാൻ. പക്ഷേ ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ മിനിമം 2 പേരെങ്കിലും സിനിമ കാണണം. ഇത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതാണ് സീറ്റിൽ നടുക്ക് കയറിയിരിക്കുന്നത്. ഇവിടെ അത്ര കംഫർട്ടബിൾ അല്ല എനിക്ക് ഇരിക്കാൻ. കണ്ടു കറക്റ്റ് ഈ ഗ്യാപ്പ് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന പോലെ. അതുകൊണ്ട് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഏത് പടമാണെന്ന് വെച്ചാൽ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. അതാണ് സിനിമ. ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ 2018 ശേഷം റിലീസായിരിക്കുന്നത്, 2018 എന്ന സിനിമയ്ക്ക് ശേഷം റിലീസായിരിക്കുന്നത് അതിരടി തുടക്കം. അതിരടി തുടക്കം. ചുമ്മാ നീ പടം കണ്ടില്ലല്ലോ. ലാലേട്ടൻ്റെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറയും. ലാലേട്ടന് തുടരും, മകളുടെ തുടക്കവും അങ്ങനെയാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇതിനു മുമ്പ് ഈ സിനിമയ്ക്ക് മുമ്പേ ഒരു കാര്യം പറയുന്നത്, ജൂഡ് ആൻ്റണി ജോസഫ് എന്ന ഡയറക്ടർ, പുള്ളിയുടെ പടങ്ങൾ എപ്പോൾ അനൗൺസ് ചെയ്താലോ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റോ ഇല്ല. പക്ഷേ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പുള്ളിക്ക് നല്ലൊരു തിരക്കഥ കിട്ടിയാൽ അത് നല്ലൊരു പടമാക്കി മാറ്റാൻ പുള്ളിക്ക് കഴിയും. പുള്ളിയുടെ ചില ഡിസിഷൻസ് ഉണ്ട്. ഇത് തിയേറ്ററിൽ ഈ സാധനം വെച്ചാൽ ഇത് തിയേറ്ററിൽ വർക്കാവും എന്നുള്ള പല ഡിസിഷനും പലപ്പോഴും വിജയത്തിലെത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ഏറ്റവും വലിയ സംഭവം നമ്മൾ പറയുന്നത് 2018 ഈ നിലീൻ സാൻഡർ ചെയ്തൊരു സീനുണ്ട്. ഈ മറ്റേ ഇവരുടെ അല്ലേ മറ്റേ മുക്കുമാരുടെ അവരുടെ ഫാമിലിയെ പറ്റി സംസാരിക്കുന്ന സീൻ. അപ്പോൾ ആ സീൻ അത് കുറച്ച് ക്രിഞ്ചാകുമെന്ന് നമ്മുടെ എഡിറ്റർ പറഞ്ഞപ്പോൾ, ചമൻചാക്കയായിരുന്നു എൻ്റെ എഡിറ്റർ. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളി ഇത് തിയേറ്ററിൽ വർക്കാവും എന്ന ഡിസിഷൻ എടുത്ത് അത് തിയേറ്ററിൽ ഇറക്കി. തിയേറ്ററിൽ ആ സീന് ഭയങ്കര കൈയടി കിട്ടി. പക്ഷേ അത് OTT ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ ഉൾട്ടടിച്ച് ഈ ചമൻ പറഞ്ഞ പോലെ തന്നെ ഇത് ക്രിഞ്ച് ലൈനിലേക്ക് പോയി. അതെ അതെ തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അല്ല അത് മാത്രമല്ല ഏട്ടാ. ഇപ്പോൾ ഈ സീൻ കാണുമ്പോഴേ അപ്പോൾ ആ മൊമെൻറ്റിൽ തിയേറ്ററിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത്, എസ്പെഷ്യലി ഇത് ഒരുപാട് പേര് ഇതുമായിട്ട് ഈ ഒറിജിനൽ ഇവൻറ്റുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് പറയുന്നത് മറ്റേ ഇവരെ പറ്റിയാണ്, ഈ മത്സ്യത്തൊഴിലാളികളെ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരായിരുന്നു അന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമുക്കൊരു 2 പേര് അതിന് കൈയടിച്ചാൽ തന്നെ അതൊരു പയ്യെ അങ്ങോട്ട് സ്പ്രെഡാവും. ബട്ട് ആ സീൻ OTT ഇറങ്ങിയപ്പോഴത്തേക്കും ആ സീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സീൻ്റെ ആ സീൻ ഡയലോഗ് ഡെലിവറിയും അത് അവിടെയാണ് അതിൻ്റെ ഒരു ക്രിഞ്ച് എലമെൻറ്റ് പറയുന്നത്. ഈ സിനിമയിലും എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഹാഫിൽ സിനിമ കുറച്ച് നല്ല ഭേദപ്പെട്ട ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു. ഈ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ ഈ മീറ്റർ വരും. OTT ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ കണ്ടതിലും ഒരുപാട് പേര് ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ക്രിഞ്ച് എന്നുള്ള ലൈനല്ല. നമുക്ക് ചില സീനുകൾ കാണുമ്പോൾ ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണല്ലോ ഇങ്ങനത്തെ ലൈൻ ഓഫ് ഡയലോഗ് ഡെലിവറിയോ അല്ലെങ്കിൽ ആ സീക്വൻസോ ഒക്കെ, സീൻ പ്ലേസ്മെൻ്റ് ഒക്കെ നമുക്ക് തോന്നും. അതാണ് എനിക്ക് സിനിമയുടെ ഒരു ഭയങ്കര വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിതിങ്ങനെ എന്തേലും ആട്ടെ എന്നുള്ള ലൈനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പുള്ളിക്കാരി അഭിനയിക്കാൻ വരുന്നതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ ട്രെയിലർ ഉണ്ടാകും പോലെ നമ്മൾ പറഞ്ഞ സംഭവം. അപ്പോൾ അത് എവിടെ പ്ലേസ് ചെയ്യും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ബട്ട് അത് വരുന്നത് ടുവേർഡ്സ് സീനില്ല, ക്ലൈമാക്സ്. അപ്പോൾ അതുവരെ ഈ സിനിമ കുറച്ചധികം നേരം പടം 2 മണിക്കൂറുള്ളൂ. പക്ഷേ ആ സമയത്തേക്ക് കുറച്ചൽപ്പം വലിച്ചതുപോലെ ഫീൽ ചെയ്യും, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഈ സിനിമ ഒരു ഇംഗ്ലീഷ് പടങ്ങളുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഹോളിവുഡിൽ കാണുന്ന സർവൈവ് എന്നുള്ളത്. അതായത് ഒരു ഹൗസ് ബ്രേക്കിംഗ് ഒരാൾ നടത്തിയാൽ ചിലപ്പോൾ നമ്മൾ മിക്ക പടത്തിലും കണ്ടേക്കുന്ന ആ ഒരൊറ്റ നൈറ്റിലായിരിക്കും സിനിമയുടെ കംപ്ലീറ്റ് പരിപാടി. ഞാൻ കണ്ടോണ്ടെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഹാഫിൽ ഈ സംഭവം നടന്നു കഴിയുമ്പോൾ ഇനി നമ്മൾ കാണുന്ന സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സിനിമ പിന്നീട് മൾട്ടിപ്പിൾ ഡേയ്സിന് ശേഷമുള്ള കഥകൾ എന്നുള്ള ലൈനിലാണ് പോകണം. അപ്പോൾ അത് നമ്മൾ ടൈം ബൈയിങ് എന്ന് പറയില്ല. അതായത് ഈ ക്യാരക്ടറിനെ നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, ഈ മെയിൻ ഇവൻ്റ് അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഫില്ലേഴ്സ് വേണം ഇവിടം വരെ നിർത്താൻ. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ. അവിടെ ഈ പറയുന്ന സ്റ്റോറി വിട്ടിട്ട് സ്റ്റോറിയിലൂടെ തന്നെയാണ് പോണത്. അല്ല നീ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എലമെന്റ്സ് ഇല്ല, അതായത് തിയേറ്ററിൽ വർക്ക് ആവാനുള്ള സീൻസ്. അതെ. അതായത് ഈ പടത്തിൽ വിസ്മയുടെ ഫസ്റ്റ് പടം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആന്റി പെരുമാവൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടാവും. സോ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് തിയേറ്ററിൽ, ഞാൻ കണ്ട തിയേറ്ററിൽ കയ്യടി ബഹളം ഒന്നും ഇല്ലായിരുന്നു, ഫുൾ സൈലൻസ് ആയിരുന്നു. പക്ഷേ അതിന് കയ്യടിയും ബഹളവും വീണിട്ടുള്ള സ്ക്രീനുകളുണ്ടാവും ഇവിടെ ഡെഫിനറ്റ്ലി.
എസ്പെഷ്യലി ലാലേട്ടൻ ഫാൻസിന് പുള്ളിയെ കാണിച്ച രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം കുറച്ച് ഫണ്ണായിട്ട് ഒരു ആക്ഷൻ സെറ്റ് പീസിലൂടെയാണ് പുള്ളിയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇതാണ്. ഇത് തിയേറ്ററിൽ ഈ സീൻ ആൾക്കാർ കൈയടിക്കും. പക്ഷേ പിന്നീട് ഇത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഫോഴ്സ്ഡ് ആണല്ലോ എന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു മീറ്ററിലാണ് പടം നിൽക്കുന്നത്. പക്ഷേ ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഈ പേ ഓഫ് ഉണ്ടല്ലോ, അതായത് ലാസ്റ്റ് ഫൈറ്റ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിസ്മയയുടെ ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് അതായിരുന്നു. പുള്ളിക്കാരിക്ക് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫൈറ്റ് സീക്വൻസ് ഗംഭീര ഫൈറ്റ് സീക്വൻസ് ഒന്നുമല്ല. കാര്യം നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ഫിലിം കണ്ടിട്ടുണ്ട്, അതായത് ബ്ലാസ്റ്റ്. ഈ രണ്ട് പടത്തിൻ്റെ തീം ഏകദേശം സെയിമാണ്. അതായത് ഈ പെൺകുട്ടികൾ അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ അവരെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്ന സെൽഫ് ഡിഫെൻസ്. അപ്പോൾ ആ സംഭവം അപ്പോൾ ഈ പടത്തിൻ്റെ എൻഡും ഈ പറഞ്ഞ പോലെ ആ ഒരു ലൈൻ ഒരു പ്രിച്ചി സാധനമാണ്. അതായത് അത് ഈ ക്യാരക്ടർ ഫൈനലി ആ നാട്ടിലുള്ള അനേകം പെണ്ണുങ്ങളെ അതെ തമിഴ് പടങ്ങൾക്ക് അത് ഉണ്ടാവുമല്ലോ ഇവിടെ. പക്ഷേ ആ സിനിമ കുറച്ചുകൂടെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫുൾ ഓൺ ആക്ഷൻ പടം ലൈനല്ലേ. ഇതൊരു ഫുൾ ഓൺ ആക്ഷൻ പടമല്ല, ഇതൊരു ഫാമിലി ഡ്രാമയ്ക്കകത്തൊരു ആക്ഷൻ സീൻ. സോ വിസ്മയുടെ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കക്കാരി എന്ന നിലയിൽ എല്ലാ പ്രശ്നങ്ങളും ആക്ടിങ്ങിലുണ്ട്. പുള്ളിക്കാരുടെ മുഖത്തേക്ക് ക്യാമറ വളരെ ബുദ്ധിപൂർവ്വം ഒരുപാട് നേരം ഹോൾഡ് ചെയ്യില്ല. എഡിറ്റിങ്ങിലൂടെ വളരെ മികച്ച രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. എങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന റിയാക്ഷനും ഈ പ്രൊഫൈൽ ഷോട്ടും അങ്ങനെ അത് ഒരുപാട് നേരത്തേക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ജൂഡിനെ ഞാൻ പ്രശംസിക്കുന്നു. അങ്ങനെ അതായത് ഈ ഡിസിഷൻ എടുക്കണമല്ലോ. അതായത് ഇതിൽ ഇവരുടെ ആക്ടിങ് സ്കില്ല് കുറച്ച് മൾട്ടിപ്പിൾ സിനിമകൾ കഴിയുമ്പോഴേ അതിലേക്ക് തോന്നുള്ളൂ കുറച്ചുകൂടെ ബെറ്റർ ആവും. അപ്പോൾ അതുവരെ ഇതിനൊന്ന് നിർത്താൻ വേണ്ടി എഡിറ്റിങ്ങിൻ്റെ സഹായത്തോടെ ഈ പല ഡയലോഗ് സീനുകളും ബെറ്ററായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതാണ് വിസ്മയുടെ ആക്ടിങ്ങിനെ പറ്റി പറയുന്നത്. പുള്ളിക്കാരിയുടെ ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ആക്ഷൻ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഒരു സ്വാഗർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് പ്രീതി മൂന്ന് ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടല്ലോ, പുള്ളിക്കാരി ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്റ്റ് ആവുന്ന ഒരു സംഭവമില്ലേ. ഇവിടെ നമുക്ക് ആ സ്വാഗില്ല, പക്ഷേ ഈ ആക്ഷൻ ഏരിയാസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. പവർ ഒരു പരിധി വരെ അങ്ങനെയാണ് അത് നിൽക്കുന്നത്. എനിക്ക് മറ്റേ ഇനിഷ്യലി ആദ്യമൊക്കെ ചെയ്തില്ലേ നമ്മുടെ മകൻ, അതിലും ഈ അതൊരു പഞ്ചിന്റെ ഒരു കുറവ് സെയിം അതേ ഒരു പാറ്റേൺ തന്നെ ഒരു ഉണ്ട്. ബട്ട് ഈ നമ്മുടെ സിനിമാറ്റിക് ഒരു പഞ്ചില്ലേ അത് കുറച്ച് കുറവായിട്ട്. അതെ, ഈ സിനിമ അങ്ങനെ കാരണം ഇതിന്റെ ടോൺ ഇവർ വിചാരിച്ചിരുന്നു ഈ ടോണിലുള്ള പടം ഇത്രയും മതിയാവും എന്നുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം. എനിക്കറിയില്ല, ഞാൻ കണ്ടോണ്ടെന്ന് വിചാരിച്ചു ഈ ഇൻ്റർവെല്ലിൽ ഈ ഫസ്റ്റ് കിക്ക് വരും. അപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷമാണ് ഈ ഫസ്റ്റ് കിക്ക് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് കൊള്ളാം. ഇവിടുന്ന് അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഒരു സിംഗിൾ നൈറ്റിൽ നടക്കുന്ന ആ ഒരു സർവൈവൽ ത്രില്ലർ ലൈനിൽ ഈ പ്ലസ് ആക്ഷൻ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ ഹോം അലോൺ ലൈനിലുള്ള പരിപാടി ഈ വരത്തനിലൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്. നമ്മൾ പടങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും കഥ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുക, നമ്മൾ കഥ എഴുതുമല്ല കഥ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു. ബട്ട് ആ ലൈനിലല്ല ഇവർ പോകുന്നത്. ഇവർക്കതല്ല ഇവരുടെ ഫോക്കസ്. ഒരു എല്ലാ ഫാമിലിയായിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുക. അപ്പോൾ ആ സിനിമയിൽ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഒരു അവർക്ക് ഞാനൊരു മെസ്സേജ് കൊടുക്കുന്നു എന്നുള്ളൊരു ലൈനും ഈ സിനിമയിലുണ്ട്. അതാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഇത് കണ്ടതിന് ശേഷം നല്ലൊരു സിനിമ എന്നുള്ള ഒരു പേര് വരും. അങ്ങനെ ആയിരിക്കും തിയേറ്റർ വിട്ടിറങ്ങുന്ന എല്ലാവരും എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിച്ചാൽ നല്ല സിനിമ എന്ന് പറയുന്നത് നല്ല സിനിമയാണ്. എനിക്ക് കണ്ടപ്പം ഒരു ഡീസൻറ്റ് പടം, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. പിന്നെ ഈ ഒരു സ്റ്റാർ കിഡ് ലോഞ്ചാണ്, സേഫ് ലോഞ്ച്. അപ്പോൾ അങ്ങനെ അപ്പം നമുക്കത് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഇതിനകത്തുണ്ടോ, ഇങ്ങനത്തെ എന്തൊക്കെ എലമെൻറ്റുകളുണ്ടാവോ ആ എലമെൻറ്റെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൽ പുള്ളിയുടെ ഏറ്റവും നല്ല സ്കില്ലായിരുന്നു ഈ പാർക്കർ എന്നുള്ള ആ ഒരു സ്കില്ലിനെ ആ പടത്തിൽ ഉപയോഗിച്ചു. ഇവിടെ ഈ വിസ്മയ ആക്ച്വലി ഇത് പഠിച്ച് ഉള്ളതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരുടെ സ്കില്ലിനെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മൊയ്ത് തൈ എന്ന് പറഞ്ഞൊരു മാർഷൽ ആർട്സ് ഫോമാണ് പുള്ളിക്കാരിക്ക് അറിയാവുന്നത്. സോ അതാണ്. പിന്നെ പടത്തിൽ മറ്റ് ഒരുപാട് ആക്ടേഴ്സ്, സായികുമാറിന് അച്ഛൻ ക്യാരക്ടർ ചെയ്ത്, മനോജ് കേജൻ ഒരു പോലീസുകാരൻ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനായിട്ടുള്ള ആശിഷ് ആൻ്റണി.
എനിക്ക് പുള്ളി ഇഷ്ടപ്പെട്ടു. പടത്തിൽ പുള്ളി നല്ല രസം. പക്ഷേ റൈറ്റിംഗ് വൈസ് പുള്ളി വളരെ ജനറിക് വില്ലൻസ് ആണ്. അത് വില്ലനാണെങ്കിൽ ഞാനൊന്ന് ഫസ്റ്റ് സീൻ മുതലേ നമുക്ക്, അതായത് ഈ വില്ലൻ സംസാരിക്കില്ല. പുള്ളി സംസാരിക്കുക വെച്ചാൽ ഡയലോഗ് പുള്ളിക്ക് ഒറ്റ ഡയലോഗുള്ളൂ പടത്തിൽ, ത്രൂ ഔട്ട് പടത്തിൽ. തുടക്കം മുതൽ അവസാനം വരെ പുള്ളിയുണ്ട്, പക്ഷേ പുള്ളിക്ക് ഒറ്റ ഡയലോഗുള്ളൂ. പുള്ളി ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അപ്പോൾ എനിക്കത് തുടക്കത്തിൽ ഓക്കെ ആണ്. പുള്ളിയുടെ വിഷ്വലും പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അധികം ലെസ് ടോക്ക് മോർ ആക്ഷൻ എന്നുള്ള സംഭവമാണ്. ഇടയ്ക്കൊരു ചളി കടിച്ചു, അത് മിസ്സായി പോയി കേട്ടോ. ആ വഴിക്ക് പോയിട്ടുണ്ട്, പോട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഇയാളോട് ചോദിച്ച് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വിളിച്ചു അതെന്താണ് അങ്ങനെ, ഈ ക്യാരക്ടർ എവിടെയൊക്കെ സംസാരിക്കേണ്ട പോയിന്റുകളുണ്ട് പടത്തിൽ, അവിടെ പുള്ളി സംസാരിക്കില്ല. കാര്യം എന്താ, ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് സീനിൽ ഒരു ഡയലോഗ് അതേ പറയാവൂ. അതുപോലെ ആ ഒരു സംഭവം, കാരണം പുള്ളി ഇതിനു മുമ്പേ സംസാരിക്കണമായിരുന്നു. കാരണം പുള്ളി അത്ര നേരം ഉണ്ടാകുന്ന ലാസ്റ്റ് ഒറ്റ ഡയലോഗ് മാത്രം, നമ്മൾ മറ്റേ വിക്രത്തിൽ കമലഹാസന് ഫസ്റ്റ് ഹാഫ് ഒറ്റ ഡയലോഗേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ആ ഒരു ലൈനിലാണ് ഈ ക്യാരക്ടർ നിൽക്കുന്നത്. ഇതാ പടത്തിൽ ഡയലോഗ് പറയേണ്ടിടത്തും പുള്ളി പറയുന്നില്ല. അപ്പോൾ ഞാനല്ല ചേട്ടൻ ഇവിടെ പറയാത്തത്, ഇത്ര നേരം പുള്ളി നിൽക്കുന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു പോയിന്റ് ഡയലോഗ് പറയാൻ തുടങ്ങണം. അത് സംസാരിക്കണം എന്തെങ്കിലും, ചെറുതാണെങ്കിലും വൺ വേർഡ് എന്തെങ്കിലും പറയണ്ടേ. ഇത് ലോസ്റ്റ് ഒരു ഡയലോഗ് നായിക നോക്കി പറയും, അടുത്ത വിൽക്കുന്നത് തീരും. ഞാനപ്പോൾ അതാണ് എനിക്ക് കുറച്ച്. പക്ഷെ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് നല്ലതായിരുന്നു. നന്നായിട്ട് പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ ആ വില്ലൻ ഇല്ല രണ്ടാമത്തെ പടമായിരുന്നു എമ്പുരാനകത്ത് ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് റോളാണ് വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഒപ്പം തന്നെ നമ്മുടെ ബോബി കുര്യൻ വന്നിട്ടുണ്ട്. ഏത് പണിയിൽ ഉണ്ടായിരുന്നു ബോബി കുര്യൻ, പണിയിലെ ഡേവിസ് അല്ലേ ആ ക്യാരക്ടർ ചെയ്ത ബോബി കുര്യൻ ഇതിനകത്തൊരു വില്ലൻ വേഷമാണ്. ഇവർ 3 പേരാണ്. പിന്നെ അശ്വിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഇതിൽ മഴവിലൊക്കെ മറ്റേ കോമഡിയിലുണ്ടായിരുന്ന അശ്വിൻ, പുള്ളി ഈ പടത്തിൽ ആ കോമഡി ട്രാക്ക് വിട്ടിട്ട് ഒരു വില്ലൻ ഇവരുടെ 3 പേരുടെ കൂട്ടത്തിൽ 3ാമനായിട്ട് നിൽക്കുന്നുണ്ട്. അതും എനിക്ക് കംപ്ലീറ്റ്ലി കൺവിൻസിങ് ആയില്ലെങ്കിലും പുള്ളിക്കൊരു വെറൈറ്റി റോൾ എന്നുള്ള രീതിയിൽ നമുക്കതിനെ അങ്ങനെ കണ്ടുവിടാം എന്നുള്ള സംഭവമാണ്. പക്ഷേ പുള്ളിയുടെ ഈ ഡയലോഗ് ഡെലിവറിയും പരിപാടിയും വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫണ്ണിലേക്കാണോ ഇത് പോകണമെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും പുള്ളി തന്നെ വളരെ വിദഗ്ധമായ രീതിയിൽ അങ്ങോട്ട് സഞ്ചരിക്കാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സോ അതാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാം. പിന്നെ മനോജ് ഖേജനൊക്കെ എനിക്ക് ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളൊക്കെ എക്സ്പോസിഷൻ അത് കുറച്ചധികം ഉണ്ടായിരുന്നു. ഇത് അന്വേഷണം നടന്ന എന്താണെന്ന് ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഈ അച്ഛൻ്റെ ക്യാരക്ടറിനോടോ മറ്റു പോലീസുകാരോട് ഡിസ്കസ് ചെയ്യും. ഈ സീൻ ഇങ്ങനെ ഭയങ്കര ഈ എക്സ്പോസിഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചു ഇതെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളിത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ക്യാരക്ടർ ഇങ്ങനെ നമുക്ക് ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും ഇത്രയും നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലേ ഇവരെ അത്ര നല്ല ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല. ഇതിൽ മെയിനായിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്ന വിസ്മയിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു, ആ ഒരു വേൾഡിൽ നിന്ന് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ആരെയും ഇവർ ഭയങ്കര നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് എഴുതാനൊന്നും ശ്രമിച്ചിട്ടില്ല. പടത്തിൻ്റെ ബേസിക് സ്ട്രക്ചറും കഥയും എല്ലാം തന്നെ ഭയങ്കര ഒരു നോർമൽ ബേസിക് റൈറ്റിംഗാണ്. അതാണ് പറഞ്ഞത്, പുള്ളിക്കൊരു നല്ല തിരക്കഥ പുള്ളിയുടെ കിട്ടിയാൽ ജൂഡ് ആന്റണി ജോസഫിന് ഇത് പുള്ളി എഴുതിയിരിക്കുന്നത്. പുള്ളി എഴുതിയിട്ടുണ്ട്, വേറെ ആരോ ഉണ്ട് പുള്ളി റൈറ്റേഴ്സ്. ആക്ച്വലി പുള്ളി ഇതിൻ്റെ ലാസ്റ്റ് സ്ക്രിപ്റ്റ് അങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. അതായത് റൈറ്റേഴ്സ് ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്ക് നല്ലൊരു തിരക്കഥ ഏതാണ്. പക്ഷേ ആ തിരക്കഥയിലും പ്രശ്നം എന്താ വെച്ചാൽ ഈ ജൂഡാനണി എലമെൻറ്റുകൾ വരും, അത് വരും, അതിനാണല്ലോ. പക്ഷേ ആ ജൂഡാനണി എലമെൻറ്റുകളാണ് നമുക്ക് കുറച്ച് ഇടയ്ക്ക് പടത്തിൽ നമുക്ക് ഇത് അതായത് പുള്ളിക്കൊരു ഉദ്ദേശമുണ്ട്. ഞാൻ എയിം ചെയ്യുന്ന ഓഡിയൻസ് ഇതാണ്, ഞാൻ അവരെ ഈ സിനിമ കാണിക്കണം, അതിന് എനിക്ക് ഇതൊക്കെ വേണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഈ എടുക്കുന്ന ഒരു ഡിസിഷനാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കും. കാരണം പുള്ളി ചില സീനുകളൊക്കെ നമ്മൾ ഇപ്പോൾ 2018 തന്നെ നമ്മൾ ആരും ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഇത് ജൂഡാനണി എങ്ങനെ ഇത് ചെയ്തതെന്നും ഒട്ടും തന്നെ ഒരു രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഇല്ല ആ പടത്തിൽ. അതിന് മുമ്പ് പുള്ളി സാറാസ് മറ്റേ OTT ഇറങ്ങിയ പടം, പിന്നെ ഓം ശാന്തി ഓശാന എല്ലാവരും പടം, പിന്നെ ഓം ശാന്തി ഓശാന, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ മുത്തശ്ശി കഥ അത് തന്നെ. അപ്പോൾ ഈ പുള്ളി അവിടെ നിന്നൊക്കെ ഈ 2018 ഒരു വലിയൊരു പടം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആലോചിച്ചിരുന്നു. പുള്ളി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ചെറിയ സീനുകൾ, ഡയലോഗ്, അതിലുള്ള കുറച്ച് ഈ വിനീത് ശ്രീനിവാസന്റെ കാര്യം നമ്മൾ പറയത്തില്ല ഇടയ്ക്ക്. അതായത് ചില ഡയലോഗ് പുള്ളിയുടെ കേസ് ഇതുപോലെയാണ്. ഇപ്പൊ ഈ പുള്ളി ഒരു പടം അനൗൺസ് ചെയ്തിട്ട് അത് തിയേറ്ററിൽ എത്തുന്നവരെ അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ അങ്ങനെ വലിയൊരു ജനപിന്തുണ ഇല്ല. 2018 പോലെ പ്രളയത്തെ കുറിച്ചൊരു പടം എടുക്കുമ്പോഴത്തേക്കും
നമ്മളത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഓഡിയൻസ് റിലീസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് തിയേറ്ററിൽ റിലീസ് ആയി കഴിയുമ്പോഴാണ് ഈ പടം, അതായത് എല്ലാവരും ഡൗട്ട് ചെയ്ത് ജൂഡാനെ എങ്ങനെ എടുക്കും. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് പുള്ളി ഇത്രയും വലിയൊരു പരിപാടി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് നല്ല പോലെ എന്ന് കണ്ടു തോന്നിയതാ. അതെ, അത് കഴിഞ്ഞ് അത് തന്നെ. അപ്പോൾ ഈ പടം കണ്ടപ്പോൾ മനസ്സിൽ പുള്ളി നല്ലൊരു ഡയറക്ടറാണ്. പക്ഷെ പുള്ളിയുടെ കയ്യിലെ തിരക്കഥ നല്ലൊരു റൈറ്ററിനെ വെക്കണം. പക്ഷെ ആ റൈറ്ററിനെ കുറച്ച് വിശ്വസിക്കണം. ഏത് ആ റൈറ്റർ എഴുതിയത് പോരാ, ഇതിൽ ഞാനൊരു സാധനം ഈ ബി ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് ഇനി മതി ഇനി ഞാൻ എഴുതാം എന്ന് പറയുന്നത്, അങ്ങനെ ആ ഒരു പരിപാടിക്ക് അപ്പുറത്തേക്ക്, അതായത് എല്ലാ ഡയറക്ടേഴ്സും ആ റൈറ്റർ കൊണ്ടുവരുന്നതിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ അവരുടേതായിട്ടുള്ള വേർഷൻ ഉണ്ടാവും ചെയ്യുന്നതാണ്. ബട്ട് ഇവരുടെ വേർഷനിലേക്ക് ഇത് മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റൈറ്ററുടെ വിഷനും. അതെ, ഈ റൈറ്ററുടെ വിഷനും ഡയറക്ടറുടെ വിഷനും നമുക്കിത് ഈ പടങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലൊരു പടമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇത് വേറൊരു ഡയറക്ടറാണ് എടുത്തിരുന്നെങ്കിൽ ഇതൊരു പ്രോപ്പർ ഒരു, പക്ഷേ മേ ബി ഇതിനെ അങ്ങനെ ഒരു സോണിൽ പോയിരുന്നെങ്കിൽ ഇത് മോർ ഇൻട്രസ്റ്റിംഗ് പടമാകുമെന്ന് തോന്നും. ഏതാ ഈ ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ളതെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ വേർഷൻ ഉണ്ടാവും ഈ പടത്തിന് എന്ന് തോന്നി കണ്ടപ്പോൾ. ഇതൊക്കെയാണ് ഗൈസ് പടത്തിനെ പറ്റി തോന്നിയത്. പിന്നെ ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്ത ജെക്സ് ബിജോയാണ്. ഒരു അത്ര നോട്ടീസബിൾ വർക്കല്ല, എന്നാലും നമ്മളാരും പടത്തിന് വേണ്ടത് സേഫ് ലോഞ്ചാണ്. അപ്പോൾ അത് നടന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വന്ന് ലാൻഡായി, അത് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് എല്ലാം ഈ പടത്തിൽ. ഇപ്പോൾ ചമൻ ചാക്കോയാണ് എഡിറ്റ്. അപ്പോൾ ചമൻ ചാക്കോ തന്നെ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ചമൻ ചാക്കോയുടെ സ്കില്ല് പല സിനിമകളിലും കാണാം. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഇത് ചമനാണ് എഡിറ്റ് ചെയ്തത് എന്നുള്ളൊരു സിഗ്നേച്ചർ വെക്കാതെ ഈ സിനിമയ്ക്ക് ഇതാണ് ആവശ്യം, അതുകൊണ്ട് അത് അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ജെക്സ് ബിജോയുടെ വർക്കും ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് കറക്റ്റായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ചെയ്തേക്കുന്ന ജോമോൻ്റെ ജോണും അഖിൽ ജോർജുമാണ്, രണ്ടുപേരും. പക്ഷേ എനിക്കത് മനസ്സിലായില്ല ആരെവിടെ ഏത് പോർഷനാണ് ചെയ്തേക്കുന്നതെന്ന്. പക്ഷേ അത് ഒരു ഡീസൻറ്റ് വർക്കാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാം ഈ പടത്തിന് ആവശ്യമുള്ള രീതിയിൽ വൃത്തിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ലൊക്കേഷനും പരിപാടിയൊക്കെ രസമുണ്ട്. കാരണം ഒരു ക്ലെൻലിനെസ് ഉണ്ട് മൊത്തത്തിൽ ആ പടത്തിൽ. സിനിമയുടെ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് എഴുതി കാണിക്കുമ്പോൾ വിസ്മയ മോഹൻലാൽ തുടക്കം എന്ന് എഴുതുന്നത്. സിനിമയിൽ ടൈറ്റിൽ എഴുതി വരുന്ന ഏറ്റവും ലാസ്റ്റാണ്. അവിടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത്. തുടരും വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. അങ്ങനെയാണ് സിനിമ. സോ ഈ സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയൂ. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയാം. ബേസിക്കലി നമുക്കിപ്പം ഒന്നിച്ചിരിക്കാൻ പറ്റിയ ഒറ്റ ദിവസമേ ഉള്ളൂ. ഇപ്പം നാളത്തേക്ക് വീണ്ടും പറ്റിയില്ല. അതായത് ഞായറാഴ്ച വീണ്ടും ഇരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഷൂട്ടിന് പോവുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ അടിക്കുന്നതായിരിക്കും. അതെ, അതായത് ഇവർ പടം കണ്ടേച്ച് ഇവർ വന്നിട്ട് ഇവരും കമൻറ്റിൽ അടിക്കട്ടെ അല്ലേ? അത് പറയുന്നത് അതെ, നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നാളെ കഴിഞ്ഞ് അല്ലെ നിങ്ങൾ സൗകര്യം പോലെ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റും പറയും. കാരണം ഇപ്പം പടം ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി പടം കാണാൻ കേട്ടോ. നിങ്ങൾ ഫാമിലിയായിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി ഇതൊരു ഫാമിലി പടമാണ്. അപ്പോൾ ഫാമിലീസിന് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ വയലൻസ് അങ്ങനെ ഭയങ്കരമായിട്ടില്ല, എന്നാലും ഈ ബ്ലഡ് ഷെട്ടും ഈ പറഞ്ഞ പോലെ ഫൈറ്റിൽ കുറച്ച് കത്തിക്കുത്ത് പരിപാടി, മിക്സിയിൽ കൈയിട്ടടിക്കുന്ന പരിപാടിയൊക്കെ കുറച്ചുണ്ട്. ചോര തെറിക്കുക. അപ്പോൾ അങ്ങനെ, പക്ഷെ അത് ഭയങ്കര ഗോർ ലൈനില്ല, എന്നാലും അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ചെയ്യാം. അതൊക്കെ പേടിക്കണം. ലാസ്റ്റത്തേക്കാണ് കണ്ണടത്തുന്നത് അത് കുട്ടികളൊക്കെ അല്ലേ. കുട്ടികളുമായി പോകുന്ന പേരൻസ് ആ സീൻ വരുമ്പോൾ കുട്ടികളെ ബൈക്കായിരിക്കും കണ്ണടച്ചിരിക്കാൻ പറയും. അല്ല, ആക്ച്വലി ജൂഡ് അങ്ങനെ ഒരു സാധനം പോലും ചെയ്യേണ്ടതല്ല. പുള്ളി അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ലല്ലോ. അതെ. അല്ല, അതാ ഞാൻ അത് ജൂഡിന് പകരം വേറൊരാളാണെന്ന് ആ സീനൊക്കെ ഉണ്ടല്ലോ ഡബിൾ ആക്കാം. അമൽനിര ചെയ്യുന്ന വരത്തൻ 2.0 ലൈനിലൊരു പരിപാടി ചെയ്യുമ്പോൾ ഇല്ല, അത് മറ്റേ ലൈറ്റ് ഹാർട്ടഡ്. മതി പടം കണ്ടിട്ട് വന്നിട്ട് പറ കേട്ടോ. കമന്റ് അടിക്കുക, അപ്പോൾ പറയാം. ഞാൻ സ്വന്തമായിട്ട് എല്ലാ പടത്തിലും ഫസ്റ്റ് ഡേ വർഷം പോയി കാണുന്നു. വേറെ ഒരു മനുഷ്യനുമില്ല പടം കാണാൻ വരാൻ. ഞാൻ ഒറ്റയ്ക്ക് റിവ്യൂ ചെയ്ത ആൾക്കാർക്ക് വേണ്ട. ഇവിടെ നിങ്ങൾ ഇരുത്തിയാൽ പോലും ഈ വീഡിയോ കാണാൻ ആൾക്കാരിരിക്കുന്നത് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ ഇയാളിടയ്ക്ക് ചളിയൊക്കെ അടിച്ച് സൈഡിൽ കൂടെ വിടുന്നുണ്ട്. സോ ഗൈസ്, ഡെഫിനറ്റ്ലി ഇവർ പടം കണ്ടതിന് ശേഷം ഇവരുടെ കമൻറ്റ് നമ്മുടെ വീഡിയോ താഴെ ഉണ്ടാവും കേട്ടോ. ഉണ്ടാവും. ആ പ്രതീക്ഷയിൽ വിടവാകുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം.